ഇന്ദുലേഖ: എന്താണ് ഉത്തരം മുട്ടിയാൽ കരയുന്നത്? മാധവൻ: ഉത്തരമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് എല്ലായ്പ്പോഴും ഓരോന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിപ്പാൻ സുഖമില്ല. ഇന്ദുലേഖ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നതിന്റെ ശേഷം ഒരു വാക്കെങ്കിലും മധുരമായി എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാം വക്രോക്തികൾ തന്നെ. മലയാളത്തിൽ പെണ്ണുങ്ങൾക്ക് പുരുഷന്മാരെ ഇട്ട് വലപ്പിക്കുന്നതിൽ വളരെ സ്വതന്ത്രതയും എടയും ഉള്ളതുകൊണ്ട് പുരുഷന്മാർ സങ്കടം അനുഭവിക്കുക എന്നേ വരൂ. ഇന്ദുലേഖ: എന്തുകൊണ്ടാണ് ഞാൻ എന്റെ വാക്കുകളെ മധുരമാക്കേണ്ടത്? കുറെ തേൻ കുടിച്ചിട്ട് വാക്കു പറയട്ടെ. അല്ലെങ്കിൽ ഞാൻ വാക്കു പറയുമ്പോൾ മാധവൻ കുറെ തേൻ കുടിച്ചുകൊണ്ടിരിക്കൂ. എന്നാൽ മധുരം തോന്നും. വല്ല ശപ്പത്തരവും പറഞ്ഞ് അതിന് നല്ല ഉത്തരം കിട്ടുമ്പോൾ ഉത്തരം പറയുന്ന ആളുടെ വാക്കിന് മധുരമില്ല, പുളിക്കുന്നു എന്നും മറ്റും പറഞ്ഞാൽ ആര് സമ്മതിക്കും? എന്താണ് മലയാള സ്ത്രീകൾക്ക് ദോഷം പറഞ്ഞത്? പുരുഷന്മാരെ ഉപദ്രവിക്കാൻ വളരെ കഴിയുന്നവരാണെന്നോ? മാധവൻ: അത്രമാത്രമല്ല, മലയാളത്തിലെ സ്ത്രീകൾ അന്യരാജ്യങ്ങളിലെ സ്ത്രീകളെ പോലെ പാതിവൃത്യധർമ്മം ആചരിക്കുന്നില്ല. ഭർത്താക്കന്മാരെ എടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെയും പല സ്വതന്ത്രതകളുണ്ട്. അതുകൊണ്ട് മലയാള സ്ത്രീകൾക്ക് ഗർവ്വം അധികമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ദുലേഖ: ശിക്ഷ അതിമനോഹരമായ വാക്ക് തന്നെ. മാധവൻ ഇത്രയൊക്കെ പഠിപ്പും അറിവും ഉണ്ടായിട്ട് ഇങ്ങനെയാണ് മലയാള സ്ത്രീകളെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്? ആശ്ചര്യം തന്നെ. ഈ സംഗതിയിൽ ബുദ്ധിയുള്ള ഒരു മലയാള സ്ത്രീ മാധവനോട് താഴെ പറയും പ്രകാരം ഉത്തരം പറയും. എന്താണ് പറഞ്ഞത്? മലയാള സ്ത്രീകൾ പാതിവൃത്യധർമ്മം ആചരിക്കുന്നില്ലെന്നോ? കഷ്ടം. ഇതര രാജ്യങ്ങളിലുള്ള സ്ത്രീകളെപ്പോലെ മലയാള സ്ത്രീകളും ധാരാളമായി പാതിവൃത്യധർമ്മം ആചരിക്കുന്നുണ്ട്. അസംഖ്യം സ്ത്രീകൾ ആചരിക്കുന്നുണ്ട്. ഒരു സ്ത്രീ പതിവ്രതാധർമ്മം ആചരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവൾ വ്യഭിചാരിയാണെന്നാകുന്നു അർത്ഥം. കേരളത്തിലെ സ്ത്രീകളെല്ലാം അല്ലെങ്കിൽ അധികപക്ഷവും വ്യഭിചാരികളാണെന്ന് മാധവൻ പറയുന്നുവോ? അങ്ങനെ പറയുന്നുവെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുകയില്ല. നിശ്ചയം വ്യഭിചാരം എങ്ങും ഏത് ജാതിയിലും ഉണ്ടാവാം. എന്നാൽ ഞങ്ങൾ നായന്മാരുടെ സ്ത്രീകൾ അന്തർജനങ്ങളെപ്പോലെ അന്യജനങ്ങളോട് സംസാരിക്കാതെയും വിദ്യാഭ്യാസം ചെയ്യാതെയും ശുദ്ധ മൃഗപ്രായമായി നടക്കുന്നില്ലാത്തതുകൊണ്ട് വ്യഭിചാരികളാണെന്നോ പതിവ്രതാധർമ്മം ഇല്ലെന്നോ മാധവൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത്ര അബദ്ധമായ വിചാരം വേറെ യാതൊന്നുമില്ല. യൂറോപ്പ്, അമേരിക്ക മുതലായ രാജ്യങ്ങളിലെ സ്ത്രീകളുടെ സ്ഥിതി ആലോചിച്ചു നോക്കൂ. ഈ രാജ്യങ്ങളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പഠിപ്പ്, അറിവ്, സ്വതന്ത്രത ഇതെല്ലാം ഒരുപോലെയല്ലേ? ഈ സ്ത്രീകളെല്ലാം വ്യഭിചാരികളോ? ഈ ദിക്കിൽ സൗന്ദര്യമുള്ള സ്ത്രീകൾക്ക് വല്ല വിദ്യാഭ്യാസവും ഉണ്ടായാൽ അവളുമായി സംസാരിച്ച് വിനോദിപ്പാൻ പോകുന്ന എല്ലാ പുരുഷന്മാരും അവളുടെ രഹസ്യക്കാരാണെന്ന് ക്ഷണേന ഊഹിച്ചു കളയുന്നു. ഇതിൽ എത്ര കണ്ട് സത്യമുണ്ട്? സംഗീത വിദ്യ പരിചയിച്ച ഒരു സ്ത്രീ പാടുന്നത് കേട്ടപ്പോൾ ഒരു 10 പുരുഷന്മാർ ഒന്നായി ചെന്നിരുന്ന് കേട്ടുപോന്നാൽ ആ 10 പുരുഷന്മാരും അവളുടെ ജാരന്മാരായി എന്ന് പറയും വിഡ്ഢികളായ നിങ്ങൾ. പുരുഷന്മാർ അങ്ങനെ തന്നെ ചെയ്യുന്നതിന് ഞങ്ങൾ വിചാരിച്ചാൽ എന്ത് നിവൃത്തിയാണുള്ളത്? നിങ്ങൾ പുരുഷന്മാർ തന്റേടമുള്ളവരാണെങ്കിൽ സ്വജാതി സ്ത്രീകൾക്ക് ഈ വിധം അപമാനമുണ്ടാകുവാൻ ഇടവരുത്തുമോ? ഒരു സ്ത്രീക്ക് പതിവ്രതാധർമ്മത്തെ അശേഷം കളയാതെ അന്യപുരുഷന്മാരുമായി പല വിധത്തിലും വിനോദിപ്പാനും രസിപ്പാനും സംഗതികളും സ്വതന്ത്രതകളും ഉണ്ടാവാം. അങ്ങനെ വിനോദിക്കുന്നതും രസിക്കുന്നതുമെല്ലാം വ്യഭിചാരത്തിനുള്ള ഏക വിചാരത്തിന്മേലാണെന്ന് ദുർബുദ്ധികൾ ധരിച്ച് വെറുതെ കേരളീയ സുന്ദരിമാരെ അപമാനിക്കുന്നതിൽ മാധവൻ കൂടി ചേർന്നത് എനിക്ക് അത്യത്ഭുതമായിരിക്കുന്നു. എന്റെ വിചാരത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ മൃഗങ്ങളെപ്പോലെ വളർത്തിക്കൊണ്ടുവരുന്നതാണ് വ്യഭിചാരത്തിന് അധികവും ഹേതു എന്നാകുന്നു. ഒരു പശുവിനോ ശ്വാവിനോ വ്യഭിചാരത്തിൽ ലജ്ജയുണ്ടോ? എന്നാൽ പഠിപ്പും അറിവുമുള്ളവർക്ക് ഒരു കാലവും വ്യഭിചാരത്തിൽ ശക്തി വരാൻ പാടില്ലെന്നല്ല ഞാൻ പറയുന്നത്. ദുർബുദ്ധിയും ദുർവ്യാപാരവും എത്ര പഠിപ്പുള്ളവർക്കും ചിലപ്പോൾ ഉണ്ടാവാം. അതുണ്ടാകുന്നത് പഠിപ്പുകൊണ്ടും അറിവുകൊണ്ടുമാണെന്ന് ചില ഭോഷന്മാർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. പഠിപ്പും അറിവും ഈ വക ദുർബുദ്ധിയെ നശിപ്പിക്കാനുള്ള മുഖ്യ കാരണങ്ങളാണ്. ഭർത്താവിനെ ഇഷ്ടം പോലെ എടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങളെന്ന് മാധവൻ ഒരു ദോഷം പറയുന്നുണ്ട്. മര്യാദയില്ലാത്ത ചില സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇങ്ങനെ ചെയ്യുവാനുള്ള ഒരു സ്വതന്ത്രത ഞങ്ങൾക്കുള്ളത് എത്രയോ ശ്ലാഘനീയമായ ഒരവസ്ഥയാണ്. യൂറോപ്പിൽ കൂടി ഈ സ്വാതന്ത്ര്യതയില്ല. യൂറോപ്പിലുള്ള ബുദ്ധിശാലികളായ ചില ആളുകളും അമേരിക്ക രാജ്യത്തിലുള്ള വളരെ മഹാന്മാരും ഈ സ്വതന്ത്രത എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ടതായി ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ സ്വതന്ത്രത ഇല്ലായ്കയാൽ എത്ര ഭാര്യാഭർത്താക്കന്മാർ യൂറോപ്പിലും ഇന്ത്യയിലും സങ്കടം അനുഭവിക്കുന്നു. ഈ സ്വതന്ത്രതയെ ദുർവൃത്തിയായി ഉപയോഗിക്കാതെ ശരിയായി ആവശ്യമുള്ള ദിക്കിൽ മാത്രം ഉപയോഗിച്ചു വന്നാൽ അത് സ്ത്രീ പുരുഷന്മാർക്ക് വളരെ ഉപകാരമായി വരുന്നതാണ്. ഈ സ്വതന്ത്രത ഉണ്ടെന്ന് വെച്ച് മലയാളത്തിൽ എത്ര സ്ത്രീകൾ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കുന്നുണ്ട്? എത്ര ഭർത്താക്കന്മാർ ഭാര്യമാരെ ഉപേക്ഷിക്കുന്നുണ്ട്? ഈ മാതിരി എത്ര കാര്യങ്ങൾ കഴിഞ്ഞ 10 കൊല്ലങ്ങളിൽ ഈ മലയാളത്തിലെ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് മാധവന് കൃത്യമായ ഒരു കണക്കെടുപ്പാൻ കഴിയുമെങ്കിൽ അപ്പോൾ തോന്നും
1000-ൽ ഒന്നുകൂടി ഉണ്ടായി എന്നു പറവാൻ സംശയിക്കേണ്ടതാണെന്ന്. ചിലപ്പോൾ ചില ദിക്കിലുണ്ടാവും. അതിന് കാരണങ്ങളുമുണ്ടായിരിക്കും. അകാരണമായും ഭാര്യാഭർത്തക്കന്മാരിൽ ഒരാളുടെ ദുർബുദ്ധിയാലും ദുർലഭമുണ്ടായി എന്നു വന്നേക്കാം. എന്നാൽ അവ കേരളീയ സ്ത്രീകൾക്ക് സർവ്വസാധാരണയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ മാത്രം അപമാനിക്കുന്നത് കഷ്ടമാണ്. ഈ സ്വതന്ത്രത ഉണ്ടാവുന്നത് നല്ലതാണ്. എന്നാൽ അത് വേണ്ട ദിക്കിലേ ഉപയോഗിക്കാവൂ. ചിലപ്പോൾ ചിലർ വേണ്ടാത്ത ദിക്കിലും ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് അപമാനവും സിദ്ധിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അത് ആ സ്വതന്ത്രതയുടെ ദോഷമല്ല, അതിനെ തെറ്റായി ഉപയോഗിക്കുന്നതിനാലുള്ള ദോഷമാണ്. അതുകൊണ്ട് മാധവൻ എന്നോട് ദേഷ്യമുണ്ടെങ്കിലും എന്റെ മുഴുവൻ വർഗക്കാരിൽ ഈ ദൂഷ്യാരോപണം ചെയ്യാൻ ഞാൻ സമ്മതിക്കുകയില്ല. നിശ്ചയം തന്നെ. മാധവൻ: ഭാര്യാഭർത്താക്കന്മാർക്ക് വേണ്ടപ്പോഴെല്ലാം യഥേഷ്ടം അന്യോന്യമായുള്ള സംബന്ധം വിടർത്താൻ അവരിരുവരിൽ ആർക്കെങ്കിലും അധികാരമുണ്ടായി വരുന്നത് നല്ല സ്വതന്ത്രതയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ നിലയായാൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഒരു കരാറിനാൽ ഉണ്ടാവുന്ന സംബന്ധം പോലെയായി. അതിൽ ഒരു രുചിയും ശ്ലാഘ്യതയും എനിക്ക് തോന്നുന്നില്ല. ഇന്ദുലേഖ: എന്നാൽ മലയാള മാതിരിയുള്ള സംബന്ധത്തിൽ മാധവന് രുചിയില്ലായിരിക്കും അല്ലേ? മാധവൻ: ഇല്ല. ഇന്ദുലേഖ: അങ്ങനെയാണെങ്കിൽ മുമ്പ് പറഞ്ഞില്ലേ അന്യരാജ്യത്തെങ്ങാനും പോയിക്കളയാമെന്ന്? അങ്ങനെ ചെയ്തോളൂ, അതാണ് നല്ലത്. മാധവൻ: അതിന് തന്നെയാണ് ഭാവം. ഇന്ദുലേഖയ്ക്ക് അതിന് സമ്മതം തന്നെയോ? ഇന്ദുലേഖ: എന്റെ സമ്മതം എന്തിനാണ്? മാധവൻ: ഇന്ദുലേഖ എന്റെ ഭാര്യയായിരിക്കുമെങ്കിൽ എനിക്ക് മലയാളം തന്നെയാണ് സ്വർഗം. ഇന്ദുലേഖ: അപ്പോൾ മലയാള മാതിരി സംബന്ധം സാരമില്ലാത്ത മാതിരിയാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ അതിലെന്തിനു കാംക്ഷിക്കുന്നു? മാധവൻ: അത് ഇന്ദുലേഖയ്ക്കും എനിക്കും സംബന്ധിക്കുകയില്ല. ഇന്ദുലേഖ: ശരി, നല്ല വാക്ക്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദുലേഖയുടെ അമ്മ മുകളിലേക്ക് വന്നു രണ്ടാളെയും പരിഹാസം തുടങ്ങി. അപ്പോഴത്തെ സ്വകാര്യ സല്ലാപവും അന്നത്തെ നായാട്ടും മാധവന് മുടങ്ങുകയും ചെയ്തു. ഇനി ഈ പൂർവ്വകഥ ചുരുക്കി പറയുന്നു. മാധവൻ ക്രമേണ വ്യഥ സഹിപ്പാൻ പാടില്ലാതെയായി തുടങ്ങി. ഭക്ഷണം, നിദ്ര ഈ വകയിൽ അശേഷം ശ്രദ്ധയില്ലാതെയായി എന്ന് തന്നെ പറയാം. ഇന്ദുലേഖയുടെ മാളികയിൽ അധികം പോയി ഇരിക്കാറുമില്ലാതായി. ഒരു ദിവസം ഇന്ദുലേഖയുമായി മാധവന്റെ അമ്മ പാർവതിയമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഗതിവശാൽ മാധവന്റെ പ്രസ്താവം വന്നതിൽ എന്തോ അകാരണമായി ഒരു കുണ്ഠിതം എന്ന് പാർവതിയമ്മ പറഞ്ഞു. ഇന്ദുലേഖ: അകാരണമായിരിക്കില്ല. പാർവതിയമ്മ: ഞാൻ ഒരു കാരണവും കാണുന്നില്ല. ചോറവൻ ഉണ്ണുന്നില്ല. 2 നേരവും കൂടി കഷ്ടിച്ച് ഉരിയരി ചെല്ലുന്നില്ല. പാലോ ചായയോ ഒന്നും തന്നെ കഴിക്കുന്നില്ല. രാത്രി അവൻ ഉറക്കവുമില്ലെന്ന് കൂടെയുള്ളവർ പറയുന്നു. എന്തോ വല്ല ദീനവും വന്ന് പിടിക്കുമോ എന്നറിഞ്ഞില്ല. ഇന്ദുലേഖ: എന്നാൽ ഞാനൊന്ന് ചോദിക്കാം, ഇങ്ങോട്ട് വരാൻ പറയൂ. പാർവതിയമ്മ പോയി മാധവനോട് പറഞ്ഞു. മാധവൻ ഇന്ദുലേഖയുടെ മാളികയിന്മേൽ ചെന്നു. ഇന്ദുലേഖ: എന്താ ഈയിടെ ഇങ്ങോട്ട് വരവൊന്ന് ചുരുങ്ങിയിരിക്കുന്നു? മാധവൻ: വരാൻ എനിക്ക് മനസ്സിന് അശേഷം സുഖമില്ല. ഇന്ദുലേഖ: ഇവിടെ വരുമ്പോഴാണ് സുഖക്കേട്? മാധവൻ: അതെ, സുഖക്കേട് അധികമാവുന്നത് ഇവിടെ വരുമ്പോഴാണ്. സുഖക്കേട് സാധാരണ എല്ലായ്പ്പോഴും ഉണ്ട്. ഇന്ദുലേഖ: ഞാൻ മേല് കഴുകാൻ പോകുന്നു. ആ കോച്ചിന്മേൽ ന്യൂസ് പേപ്പർ വായിച്ചു കിടക്കൂ. ഞാൻ ക്ഷണം വരാം, എന്നിട്ട് വിവരങ്ങൾ പറയാം. മാധവൻ കോച്ചിന്മേൽ കിടന്നു. ന്യൂസ് പേപ്പർ തൊട്ടില്ല. ഇന്ദുലേഖ: ന്യൂസ് പേപ്പർ എന്തു പിഴച്ചു എന്ന് ചോദിച്ച് ചിറിച്ചും കൊണ്ട് മേല് കഴുകാൻ താഴത്തിറങ്ങുമ്പോൾ മുകളിലേക്കൊരു വാലിയക്കാരൻ മാധവന് ഒരു കമ്പി വർത്തമാന ലക്കോട്ട് കൊണ്ടുകയറുന്നത് കണ്ടു. എന്തോ പരീക്ഷയുടെ സംഗതിയായിരിക്കുമെന്ന് വിചാരിച്ച് ലക്കോട്ട് ഇന്ദുലേഖ സംശയം കൂടാതെ വാങ്ങി പൊളിച്ചു വായിച്ചപ്പോൾ ബഹുസന്തോഷമായി. ഉടനെ ഓടിക്കൊണ്ട് മുകളിൽ ചെന്ന് BL ജയിച്ചു എന്ന് പറഞ്ഞ് മാധവന്റെ അടുക്കെ കമ്പി വർത്തമാന കടലാസും കൊണ്ടുപോയി നിന്നു. മാധവൻ: ശരി, നന്നായി എന്നു മാത്രം പറഞ്ഞു. കടലാസു വാങ്ങിയതേയില്ല. പിന്നെ ഒരക്ഷരവും ഉരിയാടിയില്ല. കിടന്നിടത്ത് നിന്ന് ഇളകിയതേയില്ല. ഇന്ദുലേഖയുടെ ചന്ദ്രബിംബ സമമായ മുഖത്ത് ഒരു സങ്കടത്തോടുകൂടെ എന്ന പോലെ നോക്കിക്കൊണ്ട് കിടന്നതേയുള്ളൂ. ഇത് കണ്ടപ്പോൾ ഇന്ദുലേഖയ്ക്ക് അതികഠിനമായ ഒരു വ്യഥയുണ്ടായിയെങ്കിലും അതിനെ ധൈര്യത്തോടെ അടക്കി. ഇന്ദുലേഖ: ഇതെന്ത് കഥയാണ്? ഒരു വ്യസനഭാവം കാണുന്നത്? BL 1-ാം ക്ലാസ്സിൽ ഒന്നാമനായി ജയിച്ചു എന്നറിയിച്ചാൽ ഇത്ര വ്യസനമോ? ഇങ്ങനെ അനാസ്ഥനായി കിടക്കുന്നത് ആശ്ചര്യം, ആശ്ചര്യം. മാധവൻ: എനിക്ക് ഇതിലൊരാസ്ഥയുമില്ല. BL പാസ്സായാലും ഇല്ലെങ്കിലും എല്ലാം എനിക്കൊരുപോലെ. ഇന്ദുലേഖ: ജയിച്ച വിവരം ഞാൻ പോയി വലിയച്ഛനോടും നമ്മൾ രണ്ടാളുടെ അമ്മമാരോടും പറയട്ടെ? ഞാൻ തന്നെ ഓടിപ്പോയി പറയും. അവർക്കെങ്കിലും സന്തോഷമുണ്ടാകും. മാധവൻ: എന്തിന് ഇന്ദുലേഖ ഇത്ര ബുദ്ധിമുട്ടുന്നു? അവരോടൊക്കെ ഞാൻ തന്നെ പോയി സാവധാനത്തിൽ പറയാമല്ലോ. എന്താണ് ബദ്ധപ്പാട്? ഇന്ദുലേഖ: ഞാൻ തന്നെ ക്ഷണം പോയി പറയും. ടെലിഗ്രാം വായിക്കണ്ടേ? ഇതാ നോക്കൂ. മാധവൻ: എനിക്ക് വായിക്കണമെന്നില്ല. എനിക്ക് ഈ BL പാസ്സായതിൽ ഒരു സന്തോഷവും ഇല്ല. ഇന്ദുലേഖ: അതെന്തുകൊണ്ട്? മാധവൻ:
എന്റെ മനസ്സിന്റെ വ്യസനം കൊണ്ട്. ഇന്ദുലേഖ: BL പാസ്സായാൽ വ്യസനമാണോ? മാധവൻ: ഇന്ദുലേഖയ്ക്ക് ഇത്ര കഠിനമായ കല്ലുപോലത്തെ ഹൃദയമായത് ഞാൻ മുമ്പ് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നു പറഞ്ഞു നിർത്തി. ഇന്ദുലേഖ: അറിഞ്ഞിരുന്നുവെങ്കിൽ എന്താണ് മുഴുവൻ പറയരുതേ? മാധവൻ: അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇന്ദുലേഖ: അറിഞ്ഞിരുന്നുവെങ്കിൽ എന്താണ്? ഇന്ദുലേഖ ഈ വാക്കും പറഞ്ഞുകൊണ്ട് മാധവന്റെ സമീപത്തിൽ കുറെ കൂടി അടുത്തു നിന്നു. മാധവൻ: അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ഈ സങ്കടവും നാശവും വരികയില്ലായിരുന്നു. ഇന്ദുലേഖ: സങ്കടവും നാശവും അല്ലേ? മാധവൻ: മനസ്സിത്രയും നിർദ്ദയമായി പോയല്ലോ. ഇന്ദുലേഖ: ആട്ടെ, ആ വിവരം ഞാൻ വന്നിട്ടു പറയാം. BL ജയിച്ച വിവരം എനിക്ക് തന്നെ പോയി വലിയച്ഛനോടും നമ്മുടെ രണ്ടാളുടെ അമ്മമാരോടും പറയണം. ഞാനിതാ പോകുന്നു. ഓടിപ്പോയി പറഞ്ഞു വരാം. ഇവിടെ തന്നെ കിടക്കൂ. പരീക്ഷയിൽ ജയിച്ചു എന്ന് വന്നു പറഞ്ഞാൽ ഇങ്ങനെ സങ്കടപ്പെടുകയാണ് വേണ്ടത്? മാധവൻ: ഇന്ദുലേഖ എനിക്കു വേണ്ടി ഇത്ര ബുദ്ധിമുട്ടണ്ട. എനിക്ക് പാസ്സായതിൽ ഒരു സന്തോഷവുമില്ല. എന്റെ ജീവനും ശരീരവും വേർവിടണം എന്ന് ദൈവത്തോടൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രാണവേദനയിൽ എനിക്കെന്തു പരീക്ഷ എന്നു പറഞ്ഞപ്പോഴേക്ക് മാധവന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. മാധവന്റെ ഈ സ്ഥിതി കണ്ടപ്പോൾ ഇന്ദുലേഖയുടെ ഹൃദയം കഠിനമായി തപിച്ചു ദഹിച്ചുപോയി എന്ന് തന്നെ പറയാം. തനിക്ക് തൽക്ഷണം ഒരു പ്രകാരത്തിലും അടക്കുവാൻ ശക്തിയില്ലാത്ത വിധം അത്യുൽക്കടമായി ഉണ്ടായ വ്യസനാനുരാഗങ്ങളാൽ കേവലം പരവശിയായി ഇന്ദുലേഖ കോച്ചിന്മേലേക്ക് അടുത്തു ചെന്ന് മാധവന്റെ അതികോമളമായ മുഖം തന്റെ ചന്ദ്രവദനത്തിൽ ചേർത്ത് ദീർഘനിശ്വാസത്തോടെ അധരങ്ങളിൽ ഒരു ചുംബനം ചെയ്തു. എന്റെ ജീവനാഥനായുള്ള ഭർത്താവേ, എന്തിനിങ്ങനെ വ്യസനിക്കുന്നു? ഞാൻ അങ്ങേ 2 കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ എന്റെ മനസ്സിൽ ഭർത്താവാക്കി വെച്ചിരിക്കുന്നുവല്ലോ. യഥേഷ്ടം സുഖമായി ഇരുന്നു കൊള്ളണം. എന്റെ മനസ്സ് ഇതുവരെ മാധവനെ ഒഴികെ ഒരാളെയും കാമിച്ചിട്ടില്ല. ഇനി കാമിക്കുന്നതുമല്ല പറഞ്ഞ് മാധവന്റെ മാറത്തു തന്നെ ഒരു നിമിഷനേരം കിടന്നു. മാധവന്റെ കണ്ണീർ തന്റെ കൈകൊണ്ട് തുടച്ചു. പിന്നെ എണീറ്റ് നിന്നു. ഇന്ദുലേഖ ആദ്യം പറഞ്ഞ 2-4 വാക്കുകൾ മാത്രമേ മാധവൻ നന്നായി കേട്ടിട്ടുള്ളൂ. ഉടനെ ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പോയതിനാൽ ഒന്നും കേൾക്കാതെയും കാണാതെയുമായി അല്പനേരം കഴിഞ്ഞ് സുബോധം വന്നതുപോലെ എഴുന്നേറ്റു. മാധവൻ: ഇനി ഞാൻ BL പാസ്സായി എന്നെല്ലാവരോടും പറഞ്ഞോളൂ. എനിക്ക് ഈ ജന്മം വരുന്ന സകല ശ്രേയസ്സുകളും അഭ്യുദയങ്ങളും ഇന്ദുലേഖ കൂടി എന്നോടുകൂടെ അനുഭവിക്കുന്നതായാലേ ഈ ഇഹലോകവാസത്തിന് ഞാൻ ഇച്ഛിക്കുന്നുള്ളൂ. അതെനിക്ക് സാധ്യമായി. ഞാൻ മഹാഭാഗ്യവാൻ തന്നെ, സംശയമില്ല. ഇനി ഞാൻ പാസ്സായ വിവരം ഇന്ദുലേഖ തന്നെ പോയി അറിയിക്കുന്നതാണ് ഉത്തമം. ഇങ്ങനെയാണ് അവരുടെ അന്ധക്കരണ വിവാഹം മുമ്പ് തന്നെ കഴിച്ചു വെച്ചിരുന്നത്. എന്നാൽ ഇവര് തമ്മിൽ ചേർച്ചയായിരിക്കുന്നുവെന്നും ഒരു സമയം മാധവൻ തന്നെയാണ് ഇന്ദുലേഖയുടെ ഭർത്താവായിരിക്കാൻ ഇടയുള്ളതെന്നും പഞ്ചുമേനോൻ അറിഞ്ഞിട്ടുണ്ട്. തനിക്കതിൽ വളരെ സുഖം തോന്നിയിട്ടില്ലെങ്കിലും കേവലം വിരസത അന്നു ഭാവിച്ചിട്ടില്ലായിരുന്നു.